ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിൻ്റെയും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു നാൾ ആ വേൾഡ് കപ്പ് കളിക്കുന്നത് കാണാൻ വേണ്ടി തന്നെയായിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ ടീം അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു ഈ ഒരു സമീപകാലത്ത് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിൻ്റെ സ്വപ്നം നിറവേറ്റുമെന്ന് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീം പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. AFC കപ്പ് പോലും ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായിട്ടാണ് അടുപ്പിച്ച് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം 2019 ഇന്ത്യ AFC കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ല, ആദ്യ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2024 AFC കപ്പിലേക്കും ഇന്ത്യ തുടർച്ചയായിട്ട് ക്വാളിഫൈ നേടി എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ഇന്ത്യൻ ഫുട്ബോളിന് കിട്ടിയിട്ട് പോലും ഇന്ത്യൻ ഫുട്ബോൾ ടീം അതിന് വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷൻ എടുക്കുന്നില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. നമുക്കറിയാം AFC കപ്പിലേക്ക് വേണ്ടി നമുക്ക് ഒരു 2 വീക്കിൻ്റെ ക്യാമ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് 2 വീക്കിൻ്റെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ട്രാവലിങ്ങും അതിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു കഷ്ടിച്ച് പോയ ഒരു 1 വീക്കിൻ്റെ ക്യാമ്പ് മാത്രമായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിന് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉസ്ബെക്കിസ്ഥാൻ്റെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകളുടെ കാര്യം നോക്കുകയാണ്, അങ്ങനെയല്ല. ഉസ്ബെക്കിസ്ഥാൻ ഓൾറെഡി ഇപ്പോൾ തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 1 മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് സെക്ഷൻ അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് അതിന് വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന ടീം സമീപകാലത്ത് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം മെക്സിക്കോനെ അവർ 3-3 എന്ന സ്കോറിൽ പിടിച്ച് കിട്ടി എന്നുള്ളത്. നമുക്കറിയാം മെക്സിക്കോ എന്ന ടീമിൽ ഒച്ചാവോ എന്നുള്ള പ്ലേയേഴ്സിനൊക്കെ കേട്ടാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ ലെജൻഡ് പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ്. ആ ഒരു ടീമിനെ 3-3 എന്ന സ്കോറിൽ അവർ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ ഏഷ്യയിലെ വമ്പന്മാരായിട്ടുള്ള ഇറാനെതിരെയും അവർ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരത്തിൽ 2-2 എന്നുള്ള സ്കോറിൽ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സമീപകാലത്തെ പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മികച്ച റെക്കോർഡ്സ് തന്നെയാണ് അവർക്ക് ഉള്ളത് എന്നുള്ളതാണ്. അതും പോരാത്തതിന് അവർ 1 മന്തിൻ്റെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടാണ് വേൾഡ് കപ്പ് AFC കപ്പിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും ആധിപത്യം നേടാൻ കഴിയും എന്നുള്ളതാണ്. അവർ 1 മാസത്തെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് വരുന്ന ഒരു ടീമിനെ ഇന്ത്യ എങ്ങനെയാണ് നേടാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നമുക്ക് ഇപ്പോൾ നമ്മളെ പ്ലേയേഴ്സൊക്കെ ISL കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ. AFC കപ്പിനെ പോലുള്ള വലിയ ഒരു ടൂർണമെൻറ്റിന് പോലും ഇന്ത്യൻ നാഷണൽ ടീമിന് വെറും 2 വീക്കിൻ്റെ ക്യാമ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം എപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ അപ്പോഴൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു ഉണർവുണ്ടാവുന്നത് എന്നുള്ളത്. നമുക്കറിയാം ഇപ്പോൾ സമീപകാലത്ത് ഒരു പാൻ ഇന്ത്യ റീച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം സാഫ് കപ്പ് അവർ വിൻ ചെയ്തു, ഇന്റർകോണ്ടിനൽ കപ്പ് വിൻ ചെയ്തു, പിന്നെ അതുപോലെ ട്രൈ നാഷണൽ കപ്പ് വിൻ ചെയ്തു, പിന്നെ തായ്ലാൻഡിൽ പോയിട്ട് തായ്സ് കിങ്സ് കപ്പിൽ ഇറാഖിനെതിരെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. ഈ ഒരു സമയത്തൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള അടുത്തൊരു ടീമാണ് സിറിയ. ഈ ഒരു ടീമിൻ്റെ ക്യാമ്പും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അവരുടെ ദേശീയ ലീഗുകളൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു 1 മന്തിൻ്റെ ഏകദേശം 1 മന്തിൻ്റെ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ അവർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പോലത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവർ 2 ഫോറിൻ പ്ലേയേഴ്സിനെ അവരുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതും ക്യാമ്പും പോരാത്തതിന് അവർ 2 ഫ്രണ്ട്ലി മാച്ചും കളിക്കുന്നുണ്ട്. ഒന്ന് കിർഗിസ്ഥാനെതിരെയും പിന്നെ ഒന്ന് മലേഷ്യക്കെതിരെയാണ് അവർ കളിക്കുന്നത്. നമുക്കറിയാം മലേഷ്യക്കെതിരെ നമ്മൾ കളിച്ച സമയത്ത് 4-2 എന്നുള്ള സ്കോർ നമ്മൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ സിറിയ മലേഷ്യക്കെതിരെ ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നത് 2-2 എന്നുള്ള സ്കോറിൽ സമനിലയായി. പിന്നെ അതുപോലെ തന്നെ ഇവർ നോർത്ത് കൊറിയക്കെതിരെ 1-0 എന്നുള്ള സ്കോറിൽ വിജയിച്ച് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറിയയും നല്ല രീതിയിലുള്ള സ്കോഡുമായിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഏതൊരു ടീമിനും ഒരു 1 മന്തിൻ്റെയൊക്കെ ക്യാമ്പ് കിട്ടുന്ന സമയത്ത് അവർ ടീം പ്ലേയേഴ്സുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാകും. അത് തന്നെ ടീമിനെ നല്ല രീതിയിലുള്ള മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആസ്ട്രേലിയൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർ ക്യാമ്പും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരും ഒരു 3 വീക്കിൻ്റെ ക്യാമ്പ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യ അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളർച്ചയുടെ പാതയിലാണ്. ഈ ഒരു സമയത്ത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു 4 വീക്കിൻ്റെ ഒരു ക്യാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ ടീം അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കൂ എന്നുള്ളതാണ്. നമുക്കറിയാം സാഫ് കപ്പിലും ഇന്റർകോണ്ടിനൽ കപ്പും ട്രൈ നാഷണൽ കപ്പൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 5 വീക്കിൻ്റെ ക്യാമ്പ് ഇന്ത്യൻ ഫുട്ബോളിന് കിട്ടിയത് കൊണ്ട് മാത്രമായിരുന്നു ഇന്ത്യൻ ടീം അത്തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായത്. പിന്നെ അതിനുശേഷം നമുക്ക് ചെറിയ ഏഷ്യൻ ഗെയിംസിലായാലും ഒക്കെ നമുക്ക് 2 വീക്കിൻ്റെ 1 വീക്കിൻ്റെ ഒക്കെ ക്യാമ്പ് കൊണ്ടുപോയിട്ട് പോയിരുന്നുണ്ട്. അതിലൊന്നും ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സ് അത്രയും മികച്ച പ്രകടനമൊന്നും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ബോണ്ടിങ് ഇല്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ആയിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീം എപ്പോഴൊക്കെ നല്ല രീതിയിലുള്ള ക്യാമ്പ് കിട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് കളിക്കുന്ന എല്ലാ ടീമുകളും ഇപ്പോൾ ഏകദേശം ക്യാമ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. നമ്മൾ തായ്ലാൻഡ് പോലുള്ള ടീമുകളൊക്കെ ഏഷ്യൻ കപ്പിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരും ഒരുപാട് ഫ്രണ്ട്ലി മാച്ചുകൾ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ മുന്നോടിയായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് പോലും ഇന്ത്യ കളിക്കുന്നില്ല.
ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നില്ലേ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള ക്യാമ്പ്, ഒരു AFC കപ്പാണ് നടക്കാൻ പോകുന്നത്. വേൾഡ് കപ്പിന് ഒരു തൊട്ട് പുറകിലുള്ള, അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കളിക്കാൻ പറ്റുന്ന വേൾഡ് കപ്പിന് തൊട്ട് പുറകിലുള്ള ഒരു ടൂർണമെൻറ്റ് തന്നെയാണ് ഏഷ്യൻ കപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ടൂർണമെൻറ്റിൽ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒട്ടും വളരില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരണം എന്ന് ഇവർ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു 1 മന്തിൻ്റെയൊക്കെ ക്യാമ്പ് ഇതുപോലുള്ള ടൂർണമെൻറ്റ് വരുന്ന സമയത്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും കണ്ടറിയേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോൾ ടീം എങ്ങനെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളത്. ഏതായാലും വലിയൊരു പ്രതീക്ഷയൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ഈ കോസ്റ്റ് മാച്ചിന് മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡയറക്റ്റ് ആയിട്ടല്ല പറഞ്ഞത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഏതായാലും കണ്ടറിയേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോൾ ടീം എങ്ങനെയാണ് പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നതിൽ. ഒരു പ്രതീക്ഷയുള്ളത് നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് സിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഫോമിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യം സുനിൽ ഛേത്രി ഇപ്പോൾ ഫോമിലല്ല എന്നുള്ള കാര്യമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ഗോൾ മെഷീൻ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ പ്ലേയേഴ്സൊക്കെ മഹേഷ് സിംഗ് നോറോ ഒക്കെ ഇപ്പോൾ ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ ഒരു വളർച്ചയുടെ പാതയിലാണ്. ഈ ഒരു ടൈമിനെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ട രീതിയിലുള്ള ഒരു ഇൻപുട്ട് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ ടീം നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ലെവലിലുള്ള ടീമായി മാറും എന്നുള്ളത് തന്നെയാണ്.